ഹലോ ഹലോ മീഡിയ ഓക്കെ മീഡിയ അല്ലേ? ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്നത്, സൗദിയിൽ നിന്ന് വിളിക്കണേ. എന്തായിരുന്നു പറയൂ. ഞാനൊരു കാര്യം പറയാൻ, നിങ്ങള് ഒരു മറ്റേ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഈ സൗദിയില് ബക്കാലകളിലെ സ്വദേശിവൽക്കരണം പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇവിടെ 2 ലക്ഷം ആളുകൾ ബക്കാലകളിൽ പണിയെടുക്കുന്നെങ്കിൽ 1,90,000 ആളുകളും മലയാളികളാണ്. അവരുടെ ഓരോരുത്തരും ഉപജീവന മാർഗമാണ്. ഈ സംഭവങ്ങൾ ഇന്നലെ ന്യൂസ് പുറത്തുവിട്ടിട്ട് മിനിമം 3 ആളുകൾ ഇന്നലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പൊന്നു സുഹൃത്തെ, ഈ ന്യൂസായിട്ട് ബന്ധപ്പെട്ട് ജീവിതമാർഗം അവസാനിച്ചു എന്നതിൽ 3 പേര് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇന്നലെ സൗദി അറേബ്യയില്. നിങ്ങൾ ബന്ധപ്പെട്ടവർക്ക് ഫോൺ ദയവായിട്ട് കൈമാറും. ഓൾഡിയാ. ഹലോ മീഡിയ വൺ അല്ലേ? ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണേ. നിങ്ങള് നാട്ടില് ന്യൂസ് കൊടുക്കുമ്പോ നടന്റെ അവരെ നിങ്ങൾ പിന്നാലെ പോയി ഓടിച്ച് എന്ത് ന്യൂസ് വേണമെങ്കിൽ കൊടുത്തോളൂ. ഈ ഗൾഫില് ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് ന്യൂസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? എല്ലാവരും ശ്രദ്ധിക്കാന്നല്ല, അതിപ്പോ അവർ പേഴ്സണൽ ആയ ഒരു വ്യക്തികളുടെ കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരുന്നോളി. അത് ഞാൻ പറയുന്നതല്ല, ഓടുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ഇന്നലെ സൗദി അറേബ്യയിലെ മറ്റേ ബക്കാലകളിലെ സ്വദേശിവൽക്കരണത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഈ 2 മാസത്തോടെ കൂടെ പൂർണ്ണമായിട്ടും 100% സ്വദേശിവൽക്കരണം വരുന്ന ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? നോക്കണം എന്നല്ല, നിങ്ങളെ ഹൈലൈറ്റ് ന്യൂസാണ്, നിങ്ങൾ ഓൺലൈൻ ന്യൂസും എല്ലാത്തിലുള്ള ഹൈലൈറ്റ് ന്യൂസ് അതായിരുന്നു. പൊന്നു സുഹൃത്തെ, സൗദി ഗവൺമെന്റ് 100 ഇനം നിത്താക്കാത്ത് പ്രഖ്യാപിച്ചതിൽ ഏറ്റവും അവസാനത്തെയാണ്, അതായത് 2020 ശേഷം എന്നുള്ള കാര്യമാണ് അവർ പ്രഖ്യാപിച്ചത്. നിങ്ങൾ ആ ന്യൂസ് കൊടുത്തിട്ട് ഇന്നലെ ഇവിടെ 3 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതറിയാം നിങ്ങൾക്ക്? എങ്ങനെ നമ്മൾ സൗദി ഗവൺമെന്റിന്റെ ഇതിന്റെ വസാറത്ത് തിജാറയായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഓഫീസും കാര്യങ്ങളല്ല, ഇവിടുത്തെ വസാറിൽ നിന്ന് കയറി അന്വേഷിച്ചൂടെ എങ്ങനെ ഒരു ന്യൂസ് ഉണ്ടോ, എങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ളത്? ഞാൻ പറയുന്ന വാർത്ത നിങ്ങൾ എന്തിനാ ഇല്ലാത്ത ന്യൂസ് കൊടുക്കുന്നത്? ഫേക്ക് ന്യൂസ് കൊടുക്കുന്നത് എന്തിനാ? ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലകളല്ലേ, മാനസികമായിട്ട് അവരെ അങ്ങനെ ന്യൂസ് സൗദി ഗവൺമെന്റ് കൊടുത്തിട്ടില്ലാന്ന്. അതന്നെ ഇങ്ങനെ നിത്താക്കാത്ത് 100% ഈ 2 മാസം നടപ്പാക്കും എന്നുള്ള ന്യൂസ് സൗദി ഗവൺമെന്റ് കൊടുത്തിട്ടില്ലാന്ന്. നിത്താക്കാത്ത് പ്രകാരം സൗദി അറേബ്യയിൽ ബക്കാലകളിൽ 100% സ്വദേശിവൽക്കരണം എന്ന ന്യൂസ് സൗദി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ആ ഫേക്കല്ലേ അപ്പൊ നിങ്ങളുടെ ന്യൂസ്? തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് അൽ ബഖൈലിന്റെ പത്രക്കുറിപ്പോ? ബഖൈലിന്റെ ആരല്ല, ഈ പത്രക്കുറിപ്പല്ല. ഈ പത്രക്കുറിപ്പ് നിഷേധിച്ചുകൊണ്ട് സൗദി ഗവൺമെന്റ് ഇന്നലെ ന്യൂസ് ഇറക്കിയിട്ടുണ്ട്, കണ്ടോ? നിഷേധിച്ച ഈ ന്യൂസ് ഫേക്ക് ആണ്, ഇത് സത്യമല്ല എന്നുള്ള സൗദി ഗവൺമെന്റ് പത്രക്കുറിപ്പ് തിരിച്ചിറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഏത് ഇങ്ങനെ ബക്കാലകളിൽ പൂർണ്ണമായി സ്വദേശിവൽക്കരണം എന്നുള്ളത് അടുത്ത 2 മാസം നടപ്പാക്കുന്ന തീരുമാനം തെറ്റായ വാർത്തയാണെന്ന് ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നവര്.
അതിനാൽ തന്നെ ബക്കാലകളിലെ സ്വദേശിവൽക്കരണത്തിൽ മന്ത്രാലയം അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്നും വക്താവ് വ്യക്തമാക്കി. അത് വാർത്തയുണ്ട്. അതെ, പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് ആദ്യം കൊടുത്ത്. നിങ്ങൾ ആദ്യം മാത്രം കേട്ടിട്ടുണ്ടാവും. നടപ്പിലാക്കും. നിങ്ങളെ ന്യൂസ് എന്റെ ഫോണില് പൂർണ്ണമായിട്ടും കിടക്കുന്നുണ്ട്. ഞാൻ സേവ് ചെയ്ത് വെച്ച സാധനമാണ് നിങ്ങളെ ന്യൂസ്. എന്റെ പൊന്ന് സുഹൃത്ത്, ഒന്നില്ലെങ്കിൽ ഒരു ജമാസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ഒരു ന്യൂസ്, ഒരു മാധ്യമ ചാനലല്ലേ അത്? റേറ്റിംഗ് സൗദിയുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾ പറയുന്ന പ്രകാരമല്ലല്ലോ കൊടുക്കുക. മന്ത്രാലയം എന്താണോ തരുന്നത് അതല്ലേ കൊടുക്കുക. മന്ത്രാലയം അങ്ങനെ ന്യൂസ് ഇറക്കില്ല എന്ന് അവർ പറയുമ്പോ പിന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ കൊടുക്കില്ല. അത് ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. അത് നിങ്ങൾ ഈ പറയണ എന്താണ് ഖാലിദ് അൽ ബക്കയിലിന്റെ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ തിരുത്താം. നിങ്ങൾ ന്യൂസ് രാത്രി വീണ്ടും തിരുത്തിയതോ? അല്ലാതെ ഖാലിദ് അൽ ബക്കയിൽ ഒരു സാധനം തന്നാൽ പിന്നെ നിങ്ങൾ പറയണ അടിയിലല്ലോ കൊടുക്കേണ്ടത്. അയാൾ തന്നായിരുന്നു. അപ്പൊ ഈ ഖാലിദ് അൽ ബക്കയിൽ തന്നെ പത്രക്കുറിപ്പ് ഇറക്കില്ല ഇറക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പത്രക്കുറിപ്പാണ് കൊടുത്തത്. അടിപൊളി. റേറ്റിംഗിന് വേണ്ടിയിട്ട് ആളുകളെ ജീവനും കൊന്നിട്ടുള്ള തീറ്റങ്ങൾ ഇത്. നിങ്ങൾ ആരെ പിന്നാഴ്ച ഓടിക്കോളി. നാട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ ന്യൂസ് ഉണ്ട്? ഇല്ലാത്ത ന്യൂസ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളോ? ചെങ്ങായി വേറെ എന്തൊക്കെ തൊഴിലുണ്ട് നാട്ടില്?